അത് ശരി, നീ ഇവിടെ കഥ വായിക്കുക. വല്യേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കുകയെന്ന്. ഇവിടെ കഥ വായന. വെറുതെ എന്നെ കൂടി ചീത്തയിപ്പിക്കില്ല കേട്ടോ. എന്റെ അമ്മേ, ആരറിഞ്ഞു വല്യേട്ടൻ വന്നത്? പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ച്. പഠിച്ചില്ലെങ്കിൽ ഏടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും. പഠിച്ചൊരു നിലയിലെത്തിയ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും. അമ്പിയടുത്തി മക്കളും വന്നിട്ട് 1-2 മാസായില്ല അമ്മായിയെ. വരാണ്ടിരിക്കുക ഭേദം. പരാതി കേക്കണ്ടല്ലോ. നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ. ഇന്നലത്തെ പുല്ല് ബാക്കിയുണ്ടെന്നല്ലേ? ഇല്ല, ബാക്കിയുണ്ടായിരുന്നത് വൈകുന്നേരം പയ്യനിട്ട് കൊടുത്തു. എന്നാ ഏട്ടന്റെ കിട്ടണത് വേഗം ചെന്ന് മേടിച്ചോ. അയ്യോ എന്റെ അമ്മേ, ഒരുക്കള് പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ട. തൽക്കാലം 2 കണ്ണ് വൈക്കോലിട്ട് കൊടുക്ക്. മാലതിയെ, വിജയന്റെ കത്ത് വല്ലതും കിട്ടിയെന്ന് പറഞ്ഞോടി അവൻ. ഇല്ല, കിട്ടിയില്ല. ആഴ്ച 2-3 ആയി ഒരു കത്തോ വിവരം അറിഞ്ഞിട്ട്. 2 വരെ കുറിച്ചിട്ട് എന്താ അവന്? പരീക്ഷയുടെ സമയല്ലേ അമ്മായി, പഠിപ്പിന്റെ തിരക്കായിരിക്കും. ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പഠിപ്പ്? അമ്മായി എന്താ വിചാരിക്കണേ? കുട്ടിക്കളിയെ വക്കീൽ പരീക്ഷ, ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും. സമ്മതിക്കണം വിജയേട്ടന്. ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേ എന്റെ ഈശ്വരാ? മതി ഓരോരുത്തരുടെ വീരവാദം പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാള് വക്കീലിന് പഠിക്കണത്. ഈ ഏടത്തേക്ക് എപ്പോഴും കളിയാക്കല. അവന്റെ കാര്യം പറഞ്ഞ 100 നാക്ക അവക്ക്. ഇടിവെട്ടിയിടും വണ്ണം വെൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സസ്രഭം. എന്താ കുഞ്ഞമ്മാമ ഇത്? ത്രിസന്ധിക്ക് നാമം ജപിക്കുമ്പോഴാ ഉമ്മറത്ത് വന്നിരുന്ന് കാർക്കിച്ചു തുപ്പണേ. കുത്തി കുത്തി ഒരു ചുമ എങ്ങനെയാ മാറണേ? വലിച്ചു കയറ്റിയല്ലേ പോക. ഈ ബീഡി വില ഒന്ന് നിർത്തുവോ? എന്നാ മാറും ചുമ. നിർത്തി, ഇതോടെ നിർത്തി. നാളെ മുതലില്ല, തീരുമാനിച്ചു. അച്ഛൻ വെടിവലി നിർത്തിയിട്ട് ചുമ മാറും. 2 ദിവസം ഉണ്ടില്ലെങ്കിലും വിരോധം ഇല്ല. പുക തിന്നാണ്ട് പറ്റില്ല. ഏയ് നിർത്തി, വയ്യ. സിഗരറ്റ് ആണെങ്കിൽ ഇത്ര ദോഷമില്ല. നാളെ മുതൽ സിഗരറ്റ് ആക്കണേ വിചാരിക്കണേ. അതിന് നല്ല ചുരുട്ടാ, നല്ല പുകല ചുരുട്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉരുക്കളക്ക് പുല്ലിട്ട് കൊടുത്തോടി. കൊടുത്തു. പുല്ലല്ല, വൈക്കോല്. വൈക്കോലോ? ഇന്നെന്താ പുല്ലരിഞ്ഞില്ലേ? ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. വൈക്കോലിപ്പോ വില എന്താണെന്നറിയോ? 3 നേരം ഉരുട്ടി വിഴുങ്ങണം എന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. പോത്തിനെ പോലെ പണിയെടുക്കാൻ ഒരുത്തനുണ്ടല്ലോ അവിടെ. ആരം വലിച്ചു വലിച്ചു തോറ്റു. മേടിച്ച് നിൽക്കാണ്ട് പൊയ്ക്കോ അപ്പുറത്ത്. പുല്ലരിയാൻ അവള് പോയതാ. പിന്നെന്താ, സൗകര്യത്തില്ലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ടവള് പേടിച്ചു. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ ഇന്ന് പുല്ലരിയണ്ടാന്ന്. അത് പറഞ്ഞല്ലോ അവള്. പറയാനൊരു ഇട കൊടുക്കണ്ടേ? പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാവളോട്. എന്തേലും വന്നുപോയാൽ ഞാൻ തന്നെ ഓടണേ. അതിനും വടക്കേ എല്ലിയുടെ അടുത്ത് നല്ല മൂത്ത ഇനുണ്ട്. ഗുരുവായൂരപ്പ. വിജയ,
മാലു, മാലതിയെ എന്നങ്ങടെ എണീറ്റേ. എന്തേ? പെട്ടിയിൽ എൻ്റെ ഒരു ഷർട്ടും കൂടെ എടുത്തു വെക്ക്. എനിക്കൊന്ന് എറണാകുളത്തിന് പോകണം. ഇപ്പോഴോ? എന്താ വല്ലാണ്ടിരിക്കണല്ലോ? ഞാനേ സ്വപ്നം കണ്ടു, ദുസ്വപ്നം. അവന്റെ കത്തോ വിവരം ഇല്ലാണ്ടായിട്ട് മാസം ഒന്നായി. എനിക്കൊരു സമാധാനമില്ല. അത് ശരി, വിജയനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. കിടക്കാൻ നേരത്ത് അവന്റെ കാര്യം പറഞ്ഞ് കിടന്നോണ്ടാ? അതൊന്നും അല്ല, മനസ്സിനൊരു സമാധാനമില്ല. പോണെങ്കി നേരം വെളുക്കട്ടെ, അല്ലാതെ ഈ രാത്രി എങ്ങനെയാ പോവാ? 4:30 ഒറ്റപ്പാലത്തുനിന്ന് ഒരു വണ്ടിയുണ്ട്, അത് പിടിച്ചാൽ 8:30 മുമ്പ് എറണാകുളത്തെത്തും. ഒറ്റപ്പാലം വരെ നടന്നു പോണ്ടേ? നാളെ രാവിലെ പോയാ മതി. ഇപ്പൊ സമാധാനായിട്ട് കിടന്നു ഉറങ്ങ. സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? നിനക്ക് വൈകി പറയും, ഞാൻ എടുത്ത് വെക്കാൻ എന്റെ ഷർട്ടും കൊണ്ടു. കുഞ്ഞമ്മാമ, കുഞ്ഞമ്മാമ, ചത്ത് കിടക്കാൻ തോന്നണ വാതിൽ വന്നിട്ട്. കുഞ്ഞമ്മാമ, കുഞ്ഞമ്മാമ. അയ്യോ, ആരാ? എന്താ? ഞാനേ ഒന്ന് എറണാകുളത്തിന് പോവാ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. നാളെ തെങ്ങിന് ഇടകളക്കാൻ ആള് വരും. കുഞ്ഞമ്മാമ അവിടെ തന്നെ ഉണ്ടാവണം. ഓ, പിന്നെ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചിട്ടേക്കണം. ഓ, ഞാൻ പോയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തും. ഒക്കെ ചെയ്തോളാം. ഒക്കെ ചെയ്തോളും. ഒരൊറ്റ എണ്ണത്തിന് നന്ദിയില്ല. എന്തിനാ പോണേന്ന് പോലും ചോദിച്ചില്ല. വല്ലതും കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലല്ലേ ചോദിക്കൂ. നാളെ തിരിച്ചു വരുമ്പോഴാ എന്റെ തനിനിറം കാണണേ. പാലടിച്ച് കിടന്നോളൂ. ഒന്ന് നിൽക്കണേ കുട്ടിയെ. ഈ പരീക്ഷ എവിടെയാ നടക്കണേ? നേരെ പോയാ മതി. ഓ, ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോഴേ സ്വപ്നം കണ്ടു നിന്നെ. വിചാരിച്ച വണ്ടി കിട്ടിയില്ല, അതുകൊണ്ടാ വൈകിയേ. എന്താ? വാട്ട് യു വാണ്ട്? ആരാ? ഹു ആർ യു? എന്റെ ഏട്ടനാണ് സർ. സൈലൻസ്. ഏട്ടനോ? പരീക്ഷ ഹാളിലെ ഏട്ടൻ? ഇപ്പൊ വേണമെങ്കിൽ തന്നെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പറ്റും. ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാം. അതിന് ഞാൻ കള്ളനെ പിടിച്ചു പറിക്കാറൊന്നും അല്ല സാറേ. ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാന്നിട്ട് വന്നതാ. താമസിക്കുന്നിടത്ത് ചെന്നപ്പോ പരീക്ഷക്ക് ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. കണ്ടിട്ട് എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തണേ. അവിടെ പാടത്ത് പണിക്കാറുള്ളതാ. കാണലൊക്കെ പരീക്ഷ ഹാളിന് പുറത്ത്. നിങ്ങൾ പോണം. അപ്പൊ നീ എന്നാ വരിക? താൻ പോണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യണോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം. എന്നിട്ട് പോവാല്ലേ? നിങ്ങളോട് പൂവായി പൂവായി. ആ, എനിക്ക് വയ്യ ഇത്, ഈ പരത്തല്. എന്നാ എടുത്ത് പപ്പടം കാച്ച്, ഞാൻ ഉണ്ടാക്കാം. ഓരോരുത്തര് പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള്. എനിക്ക് ഉണക്കദോശ കണ്ടൂടാ. എനിക്കും അതെ. വിജയേട്ടന് രാത്രി ഇതാണ് ഇഷ്ടം എന്ന് നിന്നോട് പറഞ്ഞോ? പറയണേ എന്തിനാ? എല്ലാ കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ. മതിയടി കളിച്ചത്. ആരെങ്കിലും കണ്ടാ നാണക്കേട്. പ്രായമായ ഒരു പെണ്ണ്. പ്രായത് എന്റെ കുറ്റോ? എന്റെ വീട്ടുമുറ്റത്തല്ലേ ഞാൻ കളിക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ? അമ്മേ, കുഞ്ഞമ്മാമ എന്തിയെ? ആവോ, കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കണ കണ്ടു. എന്തേ? വെളിച്ചെണ്ണ തീർന്നു, ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ. ഓ, ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്. എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെയാണോ രാഘവൻ ചീത്ത പറയണേ? അച്ഛമ്മേ, ചെറിയച്ഛൻ
ഇരുന്നക്കുട്ടി, വാ, വാ. ആ. എടാ ഉണ്ടുണ്ണി, നീ ഉരുണ്ടുരുണ്ട് വരികയാണല്ലോ. അതിനെപ്പോഴും വിശപ്പല്ലേ അവന്? അതെയാ, മോനൊരു ഉമ്മതാ ചെറിയച്ചന്. മിടുക്കൻ. ഇവളെന്താ ഒന്നും മിണ്ടാത്തത്? എന്തേടി? ചെറിയച്ഛനെ എടുത്തില്ലല്ലോ. ഓ അയ്യോ, അതിന് നീ മുട്ടം പെണ്ണായി പോയില്ലേ? ഏട്ടൻ ഇവനൊന്ന് പിടിച്ച. വലിയ എന്റെ അടുത്ത് വരൂട്ടോ നീ. ആ മോൻ പോണ്ടട്ടാ, പടി. എന്താ വിജയ? അവ മതിയടി, ഇനി താഴെ ഇറങ്ങ്. സാരമല്ല എടുത്തി. ഇവളിപ്പോഴും കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കല്ലേ? ഓ ഈ പറയണോളൊരു മുത്തശ്ശൻ. എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലന്റും കവറും ഒന്നും കിട്ടില്ലേടാ. പരീക്ഷയുടെ ചൂട് തലേ കയറി ഇരിക്കുമ്പോഴാണോ അമ്മേ കത്ത്? കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ? ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ? ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയതാ. എന്നാ പറഞ്ഞ സമയത്തിന് തിരിച്ചെത്തണ്ടേ? കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരമില്ല. മതി, നിർത്ത്. കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ 10 രൂപ കൊല്ലായിട്ട് കഴുതിയെ പോലെ ഭാരം വലിക്കണേ. വായി നല്ലൊന്നും കേൾക്കണ്ട. പോട്ടടാ, പറഞ്ഞു പറഞ്ഞു ഇനി അത് മതി 2 ദിവസത്തേക്ക്. ഞാനൊന്നും മിണ്ടണില്ല, മിണ്ടിയ കുറ്റം. ഈ പെട്ടകത്തി കിടത്തി വെക്കണേ. കൽപ്പിക്കാൻ നിൽക്കാണ്ട് കുഞ്ഞമാമയ്ക്ക് തന്നെ അതങ്ങോട്ട് ചെയ്തൂടെ? വേണ്ട കുഞ്ഞമാമ, ഞാൻ എടുത്തു വെച്ചോളാം. മോൻ താഴെ ഇറങ്ങി നിന്നാ ചെറിയച്ചന് ഇത് തുറന്നൊരു കൂട്ടം എടുത്തുതരാം. എന്താ ചെറിയച്ഛ? വാ, കാണിച്ചുതരാം. അമ്മേ, തിന്നാനെന്താ ഉള്ളേ? ഏതാണ്ടൊക്കെ വറുക്കുക പൊരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാടി? ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. വിളിച്ചു വന്നാട്ടെ. തീറ്റ കഴിഞ്ഞിട്ട് കുളി, അതാണ് പുതിയ ചിട്ട. ഒന്ന് സഹായിക്കടി. പിടി, 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 പിടി. ഇതൂടെ. അയ്യടാ. പോടാ. അപ്പളേ ഞമ്മള് പോട്ടെ. ഓ. റേഷൻ പൊടിയിൽ നിൽക്കുമ്പോൾ ആ ഏട്ടനും അനുസരണം കൂടി വന്നിറങ്ങണം. അരി കൊടുത്തിട്ട് വേണം അത്തായത്തിന്. എന്താ അത് കായ? അതങ്ങോട്ട് കയ്യിൽ വെച്ചോടി. അതല്ല, ഇതിരിക്കട്ടെ. ഞമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ബാധിക്കാനുള്ള ആളാ. അപ്പോ ബക്കി ഫീസ് കുറച്ചാ മതി ഈ കായ്. എന്തേ കുഞ്ഞനായരെ? വാസ്തവം. ആ, ഈശ്വരൻ അനുഗ്രഹിച്ചാ മതി. ഒക്കെ പഠിച്ചോൻ തരുന്നേ. അങ്ങനെ രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിലൊരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ മതി എഴുന്നത് കഥ പറയും. എഴഞ്ഞത് മതിയെങ്കിൽ മതി, കഥ തീർന്നു. രാജകുമാരി അപ്പോഴെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുത്തിൽ നിർത്തിയില്ലേ? പിന്നെ രാജകുമാരിക്ക് എന്താ? എന്നാ വേറെ കഥ പറ കൊരങ്ങച്ചന്റെ. വേണ്ട, ഈ കഥ പറഞ്ഞാ മതി. പറയ് ചെറിയച്ച. നീ ചെറിയച്ചൻ കിടന്ന് ഉറങ്ങട്ടെ മോളെ. നേരെ എന്തായെന്നറിയോ? വേണ്ട, കഥ പറയാൻ പറയച്ച. കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ. ഏട്ടാ, പാമ്പ് പകുതി വഴി എഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയാ ഇനി എഴേണ്ടാന്ന്. പാമ്പ് എഴിഞ്ഞ് എത്തിയാലല്ലേ രാജകുമാരിയെ കടിക്കാൻ പറ്റൂ. ഞാൻ പണ്ടാരെ എഴുതട്ടെ. ആ, അങ്ങനെ നീ പാമ്പ് എഴിഞ്ഞ് വരട്ടടി. നീ കിടന്നു ഉറങ്ങി വിജയ. പാമ്പളെ കിടക്കാം. എനിക്ക് കഥ കേൾക്കണം. ഏട്ടൻ കിടന്നോ, ഇവരെന്റെ കൂടെ കിടന്നോളൂ. അവനെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്തണം കേട്ടോ, ഇല്ലെങ്കിൽ അവൻ കിടന്നുള്ളൂ. ഓടാ മുള്ളുവോ? ഇല്ല. ആ, മുള്ളിയാ നിന്റെ ശുന്നായി ഞാൻ പൊട്ടിക്കും. ഞാൻ മുള്ളില്ല. എന്നാ ഞാൻ കിടന്നോട്ടെ, നാളെ കാലത്ത് ഒഴിവ് ഇറങ്ങണ്ടതാ. എന്നാ പറയേ. ഇങ്ങനൊരു മടിയൻ പാമ്പ്. വേഗം എഴുന്നെത്തട്ടെ അസത്ത്. വേഗം എഴിഞ്ഞ് എത്തണ്ടേ? അങ്ങനെ എഴിഞ്ഞ് മോളിങ്ങോടെ എഴിഞ്ഞേ. പിള്ളേരെ വിളിച്ച് കിടത്തണേ കിടത്ത്. അവര് വിജയന്റെ കൂടെ കിടന്നോളും. നിന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? ഇങ്ങനെ എന്ത് ചെയ്യാം, എന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കടി. വേണ്ട, ചിരിയൊക്കെ നിർത്തി. അത് കഷ്ടായി പോയല്ലോ. നീ ചിരിക്കണ ഭംഗിക്കണ്ട്. കളിയാക്കണ്ട മനുഷ്യരെ. ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട്. വേണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചുണ്ടി പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? നീ ക്ഷമിച്ചില്ല പിന്നെ ആരാടി എന്നോട് ക്ഷമിക്കുക? എനിക്കറിയാം, ഞാൻ വേണ്ടതിനും വേണ്ടാത്തിനും ഒക്കെ നിന്നെ ചീത്ത പറയുന്നുണ്ട്. ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ. എന്ത് ചെയ്യാൻ, ഞാനിങ്ങനെ ഒരു മുരപ്പനായിപ്പോയി. നിനക്ക് വിഷമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇന്ന് മക്കളുടെ ശല്യമില്ല. ലൈറ്റ് കിടത്തട്ടെ. കിടത്തില്ലേലും എനിക്ക് കുഴപ്പമില്ല.
എനിക്ക് കുഴപ്പമുണ്ട്.